നമസ്കാരം, GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാതിരപ്പള്ളി കണ്ണാടിപ്പാറ ഷോജി ഷാജിയുടെ കൊലപാതക കേസിൽ പ്രതിയെ കണ്ടെത്താനായില്ല. ആയുധവും മറ്റു തെളിവുകളും ലഭ്യമാകാത്തത് അന്വേഷണത്തിന് പ്രതിബന്ധമാകുന്നു. വിദ്യാർത്ഥികൾ വഴി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ പദ്ധതി. എല്ലാ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകൾ നൽകുന്നു. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ CPIയുടെ പ്രക്ഷോഭം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്ന് KK അഷ്റഫ്. വാർത്തകൾ വിശദമായി. മാതിരപ്പള്ളി കണ്ണാടിപ്പാറ ഷോജി ഷാജി വധക്കേസിൽ 3-ാം ദിവസത്തെ അന്വേഷണവും പ്രതിയിലേക്ക് എത്തിയില്ല. ഷോജിയുടെ ഭർത്താവ് ഷാജിയെയാണ് 3-ാം ദിവസവും പ്രധാനമായും ചോദ്യം ചെയ്തത്. മൃതദേഹം ആദ്യം കണ്ടെത്തിയ തൊഴിലാളികൾ, ഷോജി അവസാനമായി ഫോണിൽ സംസാരിച്ച ബന്ധുവായ സ്ത്രീ, അവരുടെ ഭർത്താവ്, ഷോജി നടത്തിയിരുന്ന ഔഷധശാലയിൽ വന്നവർ, അവിടുത്തെ സ്ഥിരം ഇടപാടുകാർ എന്നിവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാനാവില്ലെന്ന നിലപാടിലാണ് പോലീസ്. എന്നാൽ ഭർത്താവ് ഷാജിയെ സംശയനിഴലിൽ നിർത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. മോഷ്ടാക്കൾ, കുടുംബപരമോ വ്യക്തിപരമോ ആയ ശത്രുക്കൾ, വാടക കൊലയാളികൾ എന്നിവർ കൃത്യം നടത്താനുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനാവാത്തതും അന്വേഷണ പുരോഗതിക്ക് പ്രതിബന്ധമായിട്ടുണ്ട്. വീട്ടിലും പരിസരത്തും പോലീസ് നടത്തിയ തെരച്ചിലും പോലീസ് നായയെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ആയുധം കണ്ടെടുക്കുന്നതിന് സഹായകരമായിട്ടില്ല. മറ്റൊരു തെളിവും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പുറമേ നിന്നുള്ളയാളാണ് കൃത്യം നിർവഹിച്ചതെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കുന്നതിലും അവർ വിജയിച്ചുവെന്ന് വേണം കരുതാൻ. തെളിവുകൾ അവശേഷിപ്പിക്കാത്ത സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ഏറെ ദുഷ്കരമാകും. വിദ്യാർത്ഥികൾ വഴി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി. ഇതിനായി സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകൾ നൽകും. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായാണ് വിത്തുകൾ വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ TU കുരുവിള MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. KI ജേക്കബ്, TM അബ്ദുൽ അസീസ്, ഷംല നാസർ, AN വത്സല, അലി പടിഞ്ഞാറേശാലിൽ, മുഹമ്മദ് കൊണത്താപ്പിള്ളി, ഷാജൻ തോമസ്, AN മൈദീൻ, MT ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തൃക്കാര്യൂർ NSS സ്കൂളിലെ പച്ചക്കറി വിത്തുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ജോയ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NM ഉമ്മാനി അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പടി കൃഷിഭവൻ മുഖേനയുള്ള പച്ചക്കറി വിത്ത് വിതരണം കോട്ടപ്പടി മാർ എലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സാജു സ്കൂൾ അധികൃതർക്ക് പച്ചക്കറി വിത്തുകൾ കൈമാറി. CPIയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് സമയമില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷ്റഫ് ആരോപിച്ചു. വിലക്കയറ്റം, അഴിമതി, വൈദ്യുതി ചാർജ് വർധനവ് എന്നിവയ്ക്കെതിരെയാണ് CPI താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. കോതമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം പോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ UDFിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്നലെ സ്പെഷ്യൽ ക്യാബിനറ്റ് തിരുവനന്തപുരത്ത് കൂടി എന്തിനു വേണ്ടിയാ? ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് ആലോചിക്കാൻ വേണ്ടിയാണോ? അല്ല. അപ്പൊ സ്വാഭാവികമായി അത്ര ഭീമമായ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആ വിഷയത്തിന് പരിഹാരം കാണാൻ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് കൂടിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ സ്പെഷ്യൽ ക്യാബിനറ്റ് കൂടിയത് ഇന്ന് UDFിനകത്ത് ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്. ഈ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഭൂപരിഷ്കരണ സംവിധാനം അട്ടിമറിച്ച് നമ്മുടെ സർക്കാർ ഭൂമികൾ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വിലക്കയറ്റത്തെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ ഗവൺമെന്റ് തയ്യാറായില്ല. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തിയിരുന്ന മാവേലി സ്റ്റോറുകളിൽ ഇപ്പോൾ വില വർദ്ധിപ്പിച്ചതിനൊപ്പം നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥയിലുമാണെന്നും അഷ്റഫ് ആരോപിച്ചു. ഒറ്റ മാവേലി സ്റ്റോറിൽ സാധനമില്ല.
ഒരു മാവേലി സ്റ്റോറിലും സാധനം ഇല്ല സുലഭമായി. പക്ഷെ ഉള്ള സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ഈ ഇത്രയും ആളുകൾ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പോലും മാവേലി സ്റ്റോറുകളിൽ വിറ്റിരുന്ന സാധനങ്ങളുടെ മുഴുവൻ വില ഏകദേശം 30% മുതൽ 70% വരെ നിലവിലുള്ള വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അതിൽ നിന്ന് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സമീപനമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിനകത്ത് സ്വീകരിച്ചത്. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റും യു ഡി എഫിന്റെ ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം. CS നാരായണൻ നായർ, AR വിനയൻ, MS ജോർജ്, ശാന്തമ്മ പയസ്, PK രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും വിഷപ്പുകയേറ്റ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മാലിന്യങ്ങൾ കത്തിച്ചതിനെ തുടർന്നുണ്ടായ പുക അന്തരീക്ഷത്തിലൂടെ പറന്നെത്തി ക്ലാസ് റൂമിലേക്ക് അടിച്ചുകയറുകയായിരുന്നു. ഈ ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കുമാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടത്. ഇവർക്ക് പിന്നീട് കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ചികിത്സ നൽകി. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ കോതമംഗലം മേഖലയിലെ പ്രഥമ യൂണിറ്റാണ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള യുവജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റുഡൻസ് പോലീസ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. മാർബേസിൽ സ്കൂൾ യൂണിറ്റിന്റെ ഉദ്ഘാടനം TU കുരുവിള MLA നിർവഹിച്ചു. കോതമംഗലത്തിന്റെ ഒരു സംസ്കാരത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഒരു സ്ത്രീയുടെ കഴുത്തർത്ത സംഭവം നമ്മൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പൊ നമ്മുടെ മനുഷ്യൻ അതാരെ എന്തെന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയുള്ളൊരു നിഷ്ഠൂരരായ ആളുകളുണ്ട്. ആ നിഷ്ഠൂര അല്ലെങ്കിൽ ആ പൈശാചിക പ്രേരണകളാൽ അങ്കുരിച്ച് പ്രവർത്തിക്കുന്നവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ പ്രവണത മാറ്റിക്കൊണ്ട് സമൂഹത്തോട് സ്നേഹം പകരുവാനുള്ള ഒരു ആർജിതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ നല്ല ഭാഷ പറഞ്ഞാൽ കുട്ടി പോലീസിനെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ KP ബാബു അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ ജോസഫ് പാത്തിക്കൽ, NC ചെറിയാൻ, KP ജോസ്, PV ഏലിയാസ്, PK തമ്പി, KG ദിലീപ് കുമാർ, NA അഗസ്റ്റിൻ, എൽദോസ് ചെറുപുറം എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ ND ഗീവർഗീസ് സ്വാഗതവും ജോർജ് മാത്യു കൃതജ്ഞതയും പറഞ്ഞു. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. വീടുകളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും പാചകവാതകവും ജൈവവളവും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാവുന്ന വിവിധ തരം പ്ലാന്റുകളാണ് കോതമംഗലത്ത് പ്രദർശിപ്പിച്ചത്. സബ്സിഡി നിരക്കിൽ മുനിസിപ്പാലിറ്റി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകളായിരുന്നു പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ് പങ്കെടുത്തത്. ബയോഗ്യാസ് പ്ലാന്റുകളെ കുറിച്ച് അടുത്തറിയാൻ പൊതുജനങ്ങൾക്ക് അവസരം ലഭിച്ചു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം TU കുരുവിള MLA നിർവഹിച്ചു. ചെയർമാൻ KP ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അങ്ങനെ സ്വന്തമായി പണം മുടക്കി വാങ്ങാൻ കഴിയുന്നവർക്ക് അങ്ങനെ സൗകര്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ MLA തന്നെ കയറി വന്നപ്പോൾ ഇതിൽ ഒരെണ്ണം എനിക്ക് വേണം എന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരെണ്ണം വേണം എന്ന് MLA പറഞ്ഞപ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസകരമായി ഒരു നഗരത്തിലെ ഒരു വീട്ടിൽ അങ്ങനെ MLAയുടെ വീട്ടിൽ തന്നെ ആദ്യം ഇതിൻ്റെ പ്രവർത്തനം നടക്കുമെന്നുള്ളത് അഭിമാനകരമാണ്. MLAക്ക് സബ്സിഡി വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിരവധി ആളുകൾ വന്ന് എങ്ങനെ ചോദിച്ചു സബ്സിഡി കിട്ടുമോ. പ്രമീള സണ്ണി, AG ജോർജ്, VV കുര്യൻ, KV തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം ടൗൺ UP സ്കൂളിലെ സുരക്ഷാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. SM അലിയാർ അധ്യക്ഷത വഹിച്ചു. ഷേർലി കുര്യാക്കോസ്, MB സുഷമ, C മേമി, അസ്നാമോൾ M അലി എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം മർത്തമറിയം വലിയ പള്ളിയിൽ ശുനോയ പെരുന്നാളിന് തുടക്കമായി. ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത കൊടിയേറ്റി. വികാരി ഫാദർ കുര്യാക്കോസ് പുതുശ്ശേരി, സഹവികാരിമാരായ ഫാദർ ബൈജു ചാണ്ടി തടിക്കൂട്ടിൽ, ഫാദർ സജി മാത്യു അറമ്പൻകുടി, ട്രസ്റ്റിമാരായ MV പൗലോസ്, എൽദോസ് കുരുവിള എന്നിവരും ഇടവകാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു.
കോട്ടപ്പടി മാറിലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സാജു ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ CP എൽദോ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ക്ലാസ് എടുത്തു. ചരമറിയിപ്പ്. ഊഞ്ഞാപ്പാറ മുരിയഞ്ചേരിയിൽ ഉലഹന്ന നിര്യാതനായി. 76 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാതിരപ്പള്ളി കണ്ണാടിപ്പാറ ഷോജി ഷാജിയുടെ കൊലപാതക കേസിൽ പ്രതിയെ കണ്ടെത്താനായില്ല. ആയുധവും മറ്റു തെളിവുകളും ലഭ്യമാകാത്തത് അന്വേഷണത്തിന് പ്രതിബന്ധമാകുന്നു. വിദ്യാർത്ഥികൾ വഴി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ പദ്ധതി. എല്ലാ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകൾ നൽകുന്നു. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ CPIയുടെ പ്രക്ഷോഭം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറന്ന് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്ന് KK അഷ്റഫ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.